പ്രവാസികളും ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയാനാണ് ഞാൻ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത്. അച്ചടക്കത്തിൻ്റെ ആവശ്യമുള്ള ഒരു സദസ്സല്ല ഈ സദസ്സ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ദേവാപ്രവർത്തകർ എന്നുള്ള നിലക്ക് എല്ലാ നിലക്കും അവർ കാണിക്കുന്ന ജാഗ്രതയും സൂക്ഷ്മതയും അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഉണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നതുമാണ്. നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഗൾഫ് പ്രവാസം ആരംഭിക്കുന്നത് 70കളുടെ തുടക്കത്തിലാണ്. 70കളുടെ തുടക്കത്തിൽ നിന്ന് ഏകദേശം മിനിറ്റുകൾക്കകലെയുള്ള എയർപോർട്ടിൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടെ ഇരുന്ന് ടിക്കറ്റ് എടുക്കാനും അവിടെ പോയി മിനിറ്റുകൾക്കകം നമ്മൾ ബോർഡിംഗ് ആവാനും കഴിയുന്ന ഒരു കാലത്തേക്ക് ഗോർഫുഖാനിലേക്ക് എത്രയോ ദിവസങ്ങൾ ലോഞ്ചിലുമൊക്കെ പോയി തമാശക്ക് പറയുന്ന ഗഫൂർക്ക ദോസ്തിൻ്റെ ആ ഒരു അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. പിന്നീട് അരനൂറ്റാണ്ട് കാലം ഈ കേരള എക്കോണമിയിൽ ഈ സാമ്പത്തിക വിപ്ലവകരമായ വളർച്ചയിൽ ഗൾഫ് പ്രവാസം നൽകിയ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് വലിയ പിന്തുണയേകിയ സാമ്പത്തിക കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രവാസ ലോകത്താണ് എന്നുള്ളത് സംഘടനയിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ജനറലായി ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. ആ പ്രവാസികളുടെ പിന്തുണ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളും വലിയ സ്ഥാപനങ്ങളും സംഘടനാ സംവിധാനങ്ങളുടെ വളർച്ചയും ഉണ്ടാകുമ്പോൾ തന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു വളർച്ച ഈ തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾക്ക് സ്വന്തമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട, ഇനി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഉണ്ടായിട്ടില്ലെങ്കിൽ അതെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വ്യക്തികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെയുള്ള ആളുകൾ ഉണ്ടാവും. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തി എന്നുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഞാൻ NRI ആണ്, എനിക്ക് NRI സ്റ്റാറ്റസ് ആണ് എന്നുള്ളതാണ് ഏതൊരു പ്രവാസിയുടെയും ഒരു ഐഡൻറ്റിറ്റി. പലപ്പോഴും നമ്മളറിയും എന്താണ് നിങ്ങളുടെ ഇതിനുള്ള മാനദണ്ഡം എന്നുള്ളത്. കുറച്ച് മുമ്പൊക്കെ എൻ്റെ അക്കൗണ്ട് NRI അക്കൗണ്ടാണ് എന്നാണ് പറയുക. തൻ്റെ അക്കൗണ്ട് NRI അക്കൗണ്ട് ആണ് എന്നുള്ള കാരണം കൊണ്ട് താൻ NRI സ്റ്റാറ്റസ് ആണ് എന്ന് കരുതുന്ന ആളുകളായിരുന്നു മിക്കവരും തന്നെ. അതിൽ നിന്ന് കാലം കുറച്ച് മാറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രധാനമായും അവരെ ഏറ്റവും പ്രധാനമായി അവർക്ക് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മേൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് നിയമമാണ്. ഇൻകം ടാക്സ് നിയമത്തിലാണ് തൻ്റെ NRI സ്റ്റാറ്റസിലുള്ള NRI എന്നുള്ള ക്രൈറ്റീരിയ നടപ്പാകുന്നതും അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സിലാണ്. ഇൻകം ടാക്സിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ NRI ആണോ എന്നുള്ളതിന് വളരെ വളരെ കൃത്യമായ ഡെഫിനിഷൻസും കണ്ടീഷൻസും വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, നിങ്ങൾ ഇന്ത്യയിൽ 181 ദിവസത്തിൽ കൂടുതലുണ്ടോ, നിങ്ങൾ ആ വർഷം നിങ്ങളുടെ NRI സ്റ്റാറ്റസ് ഇല്ലാതെയാവുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ 181 ദിവസത്തിലധികം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം അഥവാ ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ, നിങ്ങളുടെ നാട്ടിലാവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇന്ത്യക്കുള്ളിൽ 181 ദിവസത്തിൽ അഥവാ 182 ദിവസമുണ്ടെങ്കിൽ ആ സാമ്പത്തിക വർഷത്തിലെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഞങ്ങളെപ്പോലെ റെസിഡൻറ്റ് ഇന്ത്യനാണ്. ഇന്ത്യൻ റെസിഡൻ്റ് ആയ ഒരാൾ എന്തൊക്കെയാണോ അയാളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് അതവർക്ക് കൃത്യമായി ചെയ്യാനുള്ള, കഴിഞ്ഞ വർഷം അയാൾ NRI ആയിരുന്നു, അടുത്ത വർഷം അയാൾ NRI ആണ്, പക്ഷേ ഈ വർഷം അയാൾ NRI അല്ല. ജനറലി പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ എംപ്ലോയ്മെൻറ്റിനോ ബിസിനസ്സിനോ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യാത്ര, ഇപ്പം ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണല്ലോ വെക്കേഷൻ, അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു രീതി ഇപ്പോഴുണ്ട്. നിങ്ങൾ ആദ്യം കാണേണ്ടതും നിങ്ങൾക്ക് 181 ദിവസത്തിൽ കൂടുതൽ 181 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം ടാക്സിലെ
കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളെ അത് ബാധിക്കുക എന്നുള്ളത് ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കണം. NRE അക്കൗണ്ടിലുള്ള പണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തുള്ള ആദായങ്ങൾ, ഇതെല്ലാം ഒരു ഇന്ത്യൻ സിറ്റിസണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. ഇവിടെയുള്ള ഒരു ഇന്ത്യൻ റെസിഡൻ്റായ 182 ദിവസം ഇന്ത്യയിലുള്ള ഒരാൾക്ക്, അയാൾ ഈ ലോകത്ത് എവിടെ നിന്ന് സമ്പാദിക്കുന്നതാണെങ്കിലും, അയാൾക്ക് ഈ ലോകത്തെ ഏത് ബിസിനസ്സിൽ നിന്ന് ഏത് രാജ്യത്തായാലും അയാൾക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ആദായം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അവിടെയാണ് ഈ 181 എന്ന് പറയുന്ന പരിമിതി ഉള്ളത്. 182 വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതിൻ്റെ താഴെ ഈ അതിൻ്റെ താഴെ ഈ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട്. 182 ദിവസം ഒരാൾ ഇന്ത്യയിലുണ്ട് എങ്കിൽ അയാൾക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, അയാൾ ഇന്ത്യയിൽ 60 ദിവസത്തിൽ കുറവ് ഇന്ത്യയിൽ ഉണ്ടാവുകയും അതിന് തൊട്ട് മുമ്പേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസങ്ങൾക്ക് കുറവ് അല്ലെങ്കിൽ 365 അധികരിക്കാത്ത ദിവസങ്ങൾ ഇന്ത്യയിലാവുകയും ചെയ്താൽ അവിടെ വരുന്ന ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്നിക്കലി പോവേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരമാവധി 181 എന്നുള്ളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. 181 നിങ്ങൾക്ക് ഏതെങ്കിലും വർഷത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു 182 185 കൂടിയാൽ പിന്നെ വരുന്ന കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്നതിലെ 2 അഡീഷണൽ കണ്ടീഷൻസ് ആണ്. അത് സാമ്പത്തിക രംഗത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും അവസാന 10 വർഷത്തിൽ 2 വർഷം അയാൾ റെസിഡന്റ് ആവുക. ഈ അവസാന 10 വർഷത്തിലെ ആദ്യ 7 വർഷത്തിൽ 730 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിൽ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 182 മേലേക്ക് നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് കൺസൾട്ടൻറ്റുമായി, നിങ്ങളുടെ ഓഡിറ്ററുമായി സംസാരിച്ച് നിങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് RBNOR എന്ന് വിളിക്കുന്ന ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സംഷൻ കിട്ടുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ 182 എന്നുള്ളതിൽ ചെയ്യുക. ഒരാൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് സർവീസിൽ നിന്ന് ലീവ് എടുത്തു പോകുന്നു, പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു, അങ്ങനെ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റിന് പോവുകയാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, 182 എന്നുള്ളത്. ജനറലി പറയുകയാണെങ്കിൽ നിങ്ങൾ 182 ദിവസം നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നതിൻ്റെ പരമാവധി ഡേയ്സ് എന്ന് പറയുന്നത് 182 ആണ്. രാത്രി 12:01 ആദ്യ 1 മിനിറ്റ് ആകും. ആ ദിവസം അർദ്ധരാത്രി 11:59 ആകുമ്പം ആ ദിവസമാവുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ പാസ്പോർട്ടിൽ അടിക്കുന്ന എമിഗ്രേഷൻ്റെ സീലുകളാണ് അതിന് കണക്കാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു ഗൾഫുകാരനാണ്, അയാൾക്ക് NRE സ്റ്റാറ്റസ് ഉണ്ട്, അയാൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആദായം, ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം 15 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉണ്ടാവുക. ഗൾഫുകാരൻ്റെ ഇവിടെ നിന്ന് വാടകയോ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ബിസിനസ്സിലെ പ്രോഫിറ്റോ ആ തരത്തിലുള്ള ഏതെങ്കിലും ആദായം 15 ലക്ഷമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 182 അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ 1-2 സൈഡ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് അപ്ലിക്കബിൾ അല്ല. കാരണം ഇവിടെ അയാൾക്ക് 15 ലക്ഷമോ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ അയാൾ ഈ 182 എന്നുള്ള ബേസിക് കാറ്റഗറിയിലാണ് അയാൾ കെയർ ചെയ്യേണ്ടത്. അയാളുടെ ഇൻകം 15 ലക്ഷത്തിൽ ഏതായാലും ഒരു റെസിഡൻറ്റിനെ പോലെ അയാൾ ഇവിടെ ടാക്സ് അടയ്ക്കണം. കൂടാതെ അയാൾ 182 മേലേക്ക് 182 ഇന്ത്യയിലേക്ക് ഉണ്ടായിപ്പോയാൽ അയാൾക്ക് ഗൾഫിലുള്ള എല്ലാ വരുമാനത്തിനും എല്ലാ ആദായത്തിനും അതത് വർഷങ്ങളിൽ അയാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇൻകം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലോ മറ്റു മുഖേനയോ നിങ്ങൾക്ക് ഇൻകം കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിലുള്ള ഒരു ബിസിനസ്, ഗൾഫിൽ പാർട്ട്ണർഷിപ്പാണ്, നിങ്ങൾ NRI ആണ്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ നിങ്ങളുടെ പ്രോഫിറ്റ് അവിടെ കിട്ടാതെ ആ പ്രോഫിറ്റ് നിങ്ങളുടെ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് നൽകുക. ഞാനും സമസാഹിബും അവിടെ കൺസൾട്ടൻസി, ഞാൻ അദ്ദേഹത്തിന് സർവീസ് കൊടുക്കുന്നു, അദ്ദേഹവും ഞാനും കൂടെ ഒരു ബിസിനസ് ചെയ്യുന്നു. അദ്ദേഹം എനിക്ക്
ഉള്ള അദ്ദേഹത്തിന് എനിക്കുള്ള പ്രോഫിറ്റ് ഷെയർ ഞാൻ റെസിഡൻ്റ് ആയിട്ട് അല്ല, ഞാൻ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ, ഞാൻ അതേപോലെ ഗൾഫിലാണെങ്കിൽ അത് ഇവിടെയാണ് വാങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നേരത്തെ പറഞ്ഞ 15 ലക്ഷത്തോടൊപ്പം ആഡ് ചെയ്ത് അത് ഇവിടത്തെ കിട്ടിയ ഇൻകമായിട്ട് കാണണം. അതേ സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെയുള്ള ഇൻകം അവിടുത്തെ ബാങ്കിലേക്ക് വന്ന് അവിടുത്തെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ സ്വീകരിച്ചിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ് അതിനുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ളത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഈ ടാക്സബിലിറ്റിയുടെ ഒരു കോളം ഇതിൽ ഇന്ത്യൻ ഇൻകം, ഇത് നിങ്ങൾ നോൺ റെസിഡൻറ്റ്, ഇത് നേരത്തെ പറഞ്ഞ എക്സംഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോൺ റെസിഡൻ്റ് ആയി നിലനിർത്തുന്ന റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇത് ഞങ്ങൾ റെസിഡൻറ്റ് ഇന്ത്യൻ. ഇവിടെ ഇന്ത്യൻ ഇൻകം, ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരുമാനമുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്ത് വരുമാനമുണ്ടെങ്കിലും ഈ 3 കാറ്റഗറിക്കും ഇവിടെ ടാക്സബിൾ ആണ്. നിങ്ങൾ റെസിഡൻ്റ് ആയ ഒരാളെ പോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വാടക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏത് തരത്തിലുള്ള ഇൻകം ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടാക്സബിൾ ആണ്. രണ്ടാമത്തത് ഫോറിൻ ഇൻകം, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് സെറ്റപ്പ് ഫ്രം ഇന്ത്യ. നിങ്ങളുടെ ഒരു ഗൾഫിലുള്ള ബിസിനസ്, ആ ബിസിനസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, അത് ബിസിനസ് ആയിക്കൊള്ളട്ടെ പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യക്കാരനത് ഇന്ത്യയിൽ ഒബ്വിയസ്ലി അത് ടാക്സബിൾ ആണ്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന എക്സംപ്റ്റഡ് കാറ്റഗറിക്കും ടാക്സബിൾ ആണ്. എന്നാൽ ഒരു നോൺ റെസിഡന്റിന് അത് ടാക്സബിൾ അല്ല. ഗൾഫിലുള്ള ഒരു ബിസിനസ്, അതർ ഫോറിൻ ഇൻകം, നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവിടുത്തെ എല്ലാ ഇൻകവും നിങ്ങൾക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആണ് അഥവാ നോൺ ടാക്സബിൾ ആണ്. ഇവിടെ ഇൻകം ടാക്സ് നിയമപ്രകാരം നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്യുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അതനുസരിച്ച് നിങ്ങളുടെ ഗൾഫിലുള്ള ഇൻകം നിങ്ങൾ അവിടെ സ്വീകരിച്ച് നിങ്ങളുടെ NRE അക്കൗണ്ടിലേക്ക് പാർക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ബിസിനസ്സിൽ 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ ഉണ്ടാവുക എങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ NRE എന്നുള്ള നിലക്ക് നിങ്ങളുടെ NREയിൽ സൂക്ഷിക്കുന്ന ഇന്ത്യൻ രൂപയിലുള്ള നിങ്ങളുടെ പണമാണെങ്കിലും അവിടെ FCNR ഫോറിൻ കറൻസിയിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടിലുള്ള പണമാണെങ്കിലും അത് ഇന്ത്യയിൽ യാതൊരുവിധ ടാക്സബിലിറ്റിയും ഇല്ല. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം 181 ഡേയ്സ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻകം കാണിക്കുന്ന അവരാണെങ്കിലൊക്കെ അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു നിയമം ഫെമയാണ്. പണ്ട് ഫെറ ആയിരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഉള്ളത് പിന്നീട് ഫെമയായി. ഈ ഫെമ എന്ന് പറയുന്ന നിയമത്തിൻ്റെ ഒരു ചെറിയ പ്രതിസന്ധി, ഫെമ ഗവേൺ ചെയ്യുന്നത് 2 അതോറിറ്റിയാണ്. അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ ഇവിടുത്തെ മെയിൻ്റനൻസ് ആൻഡ് കംപ്ലയൻസ് അതോറിറ്റി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു സമീപനവും ഒരു രീതികളും നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റിൽ വരുന്നത്. ഒരു പ്രവാസി, ഒരു NRI, സാധാരണ നമ്മുടെ ഒരു ജനറലി ഈ ഇരിക്കുന്ന ആളുകളിൽ നോക്കിയാൽ ഫെമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികം ഇടപാടുകൾ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഫെമ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കും. പക്ഷെ ഫെമ നിങ്ങൾ പഠിക്കണം. ഫെമയുടെ ഒന്നാമത്തെ പ്രോബ്ലം, ഈ ഫെമ എന്ന് പറയുന്നത് നിങ്ങൾ വിദേശ ഇടപാടുകൾ നടത്തുന്ന, വിദേശിയായ ആൾ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ് ആക്റ്റാണ്. അതിലെ ഒന്ന് കണ്ടീഷൻ പറയുന്നത് നിങ്ങൾക്ക് 1 മില്യൺ USD വരെ, ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം 8 കോടി രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം. അതിന് യാതൊരുവിധ പ്രയർ അപ്രൂവലും വേണ്ട. ആ രീതിയിലുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ അക്കൗണ്ട് ഒരു മില്യൺ USD അല്ലെങ്കിൽ $, നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുപോവാം. നിങ്ങളുടെ ഏതെങ്കിലും വസ്തു ഇവിടെ നിന്ന് വിറ്റിട്ട് നിങ്ങൾക്ക് ഈ പണം അങ്ങോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് അവകാശ മുതലായി കിട്ടിയത്, ഇൻഹെറിറ്റൻസ് ആയി കിട്ടിയത്, അനന്തരാവകാശ സ്വത്തിൻ്റെ ഭാഗമായിട്ട് അത് വിറ്റിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ പറയുന്ന എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ സൗകര്യമുണ്ട്. ആ സൗകര്യം RBIയുടെ പ്രയർ അപ്രൂവലോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഫെമയുടെ ഒരു
നല്ല സൈഡാണ് ഈ പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് പരസ്പരമുള്ള കടം വാങ്ങൽ കൊടുക്കൽ ഫെമ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റൂൾസ് പ്രകാരം ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം LRS സ്കീം പ്രകാരം ഒരു NRIക്ക് 2,50,000 US$, അതായത് ഏകദേശം 2 കോടി രൂപ, ഇന്നത്തെ കണക്കിന് 2 കോടി രൂപ വരെ ഒരു റിലേറ്റീവിൽ നിന്നും കടം വാങ്ങാം. നിങ്ങളുടെ റിലേറ്റീവിൽ നിന്ന് നിങ്ങൾക്ക് 2 കോടി അഥവാ 2,50,000 US$, അതിന് തത്തുല്യമായ തുകയോ നിങ്ങൾക്ക് വാങ്ങാം. ഈ NRIക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ലോൺ, നിങ്ങൾക്ക് ഗൾഫിലുള്ള ഏത് ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ലോൺ വാങ്ങാം. ഫെമ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നിങ്ങളുടെ ഇന്ത്യൻ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്, നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിന്, നിങ്ങളുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഇന്ത്യയിൽ വാങ്ങുന്നതിന്, മോട്ടോർ വെഹിക്കിൾ വാങ്ങുന്നതിന്, ഓർ എനി പർപ്പസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, ആ സമയത്ത് റൂളിൽ ഇതുപോലെ ആവശ്യങ്ങളൊക്കെ അനുവദിച്ചു വരും. ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ലോൺ വാങ്ങാം. നിങ്ങൾക്ക് ലോൺ കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവിന് അതുപോലെ തന്നെ 2,50,000 രൂപ വരെ, 2,50,000 അഥവാ 2 കോടി രൂപ വരെ ഒരു NRIക്ക് അവരുടെ ക്ലോസ് റിലേറ്റീവിന് നിയമപരമായി ഫെമ നിയമപ്രകാരം നിങ്ങൾക്ക് ലോൺ കൊടുക്കാം. ഇവിടെയാണ് പ്രശ്നം. ഇതുവരെ പറഞ്ഞതിൽ യാതൊരു പ്രശ്നവുമില്ല. ഫെമ ഒരു NRIക്ക് പ്രോബ്ലമായി വരുന്നത്, നിങ്ങൾക്ക് NRI ക്യാൻ അക്വയർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അഥവാ നിങ്ങൾക്ക് വസ്തുക്കൾ വാങ്ങാം. അത് എന്ത് പാടില്ല? ഫാം ഹൗസ് പാടില്ല, പ്ലാന്റേഷൻ ഭൂമി പാടില്ല, അഗ്രികൾച്ചർ ലാൻഡ് പാടില്ല. അഗ്രികൾച്ചർ ലാൻഡ് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് വരിക. ഈ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്തത് അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡാണ് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് മാത്രമാണ്. സോ ഒരു NRIക്ക് അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങുന്നത് സാധാരണയായി പരക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് നമ്മൾ നിരന്തരമായി അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് NRIക്ക് അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങാം, നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് വാങ്ങാം. നിങ്ങൾ വിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട്, ഇൻഹെറിറ്റൻസ് ആയിട്ട് ഒരു NRIക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ അനന്തരാവകാശമായി ഒരു അഗ്രികൾച്ചർ ലാൻഡ് വന്നു. ആ അഗ്രികൾച്ചർ ലാൻഡ് ഒരു NRIക്ക്, ഒരു റെസിഡന്റ് ഇന്ത്യക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ആയി വന്ന നിങ്ങളുടെ ഒരു കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി നിങ്ങൾക്ക് ഒരു NRIക്ക് വിൽക്കാൻ പാടില്ല. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഈ ഭൂമി ഫെമ നിയമപ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പിടിച്ചെടുക്കാം, കോൺഫിസ്കേറ്റ് ചെയ്യാം. സാധാരണയായി ഇംപ്ലിമെൻ്റ് ചെയ്യാതെ, വല്ലാതെ ഒന്നും ശ്രദ്ധിക്കാതെ, ഇനി അത് വലിയ ഗൗരവത്തിൽ കാണണമെന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ ഭൂമിയും ആദ്യം തണ്ടപ്പേര് അക്കൗണ്ട് രജിസ്റ്ററിലേക്ക് ചേർത്താൻ പറഞ്ഞു. ഇനിയെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നു. സിറാജിൻ്റെ പേരിലുള്ള കേരളത്തിലുള്ള എല്ലാ ഭൂമികളും അടുത്ത ദിവസം തന്നെ സിറാജിൻ്റെ ഒറ്റ ലെഡ്ജറിൽ വരും. സമീറിൻ്റെ പേരിലുള്ളത് ഒറ്റ രജിസ്റ്ററിൽ വരും. ഇതുവരെ നമ്മുടെ പേരിലുണ്ടായിരുന്ന ഭൂമികളുടെ റെക്കോർഡ് ഒരു സിംഗിൾ ലെഡ്ജറിലേക്ക് ഉണ്ടായിരുന്നില്ല. ഈ വില്ലേജിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ടാക്സ്, മറ്റൊരു വില്ലേജിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ടാക്സ് ഒക്കെയാണ് നമ്മൾ അടച്ചു പോവാറും. പക്ഷെ ഇന്ന് നമ്മുടെ ഈ IT സർവീസൊക്കെ വന്നപ്പം ഈ ആദ്യം ഡിജിറ്റലൈസേഷൻ തുടങ്ങി, ഇപ്പോൾ ഡിജിറ്റൽ സർവേ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഏതെങ്കിലും NRIയുടെ കയ്യിൽ ആ NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ആ NRIക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിയതാണെങ്കിൽ അവർക്ക് പ്രശ്നമാണ്, വിറ്റതാണെങ്കിലും പ്രശ്നമാണ്. അതൊരു NRIക്ക്, കാരണം 2 NRI കൊടുക്കുന്ന ഒരു സാഹചര്യം, ഒരു NRI അവർക്ക് കിട്ടിയ അനന്തരാവകാശ അഗ്രികൾച്ചർ ലാൻഡ് മറ്റൊരു NRIക്ക് വിൽക്കുന്നു. വാങ്ങിയ NRIക്കും പ്രോബ്ലമാണ്, വിറ്റ NRIക്കും പ്രോബ്ലമാണ്. അതുകൊണ്ട് ലാൻഡാണ് ഈ വളരെ പ്രധാനമായിട്ട് ഈ പറയുന്ന അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങുന്നിടത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതിനുള്ള ഏതെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അഗ്രികൾച്ചർ പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, ആ തരത്തിലാണെങ്കിൽ RBIയിൽ നിന്ന് പെർമിഷൻ കിട്ടുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന ഭൂമിയിൽ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെങ്കിൽ കെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സും ഫെമയും കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ NRIയുടെ ഒരു ഡെയിലി ലൈഫിൽ വരുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന് ആധാറാണ്. NRIക്ക് ആധാർ എടുക്കണോ എന്നുള്ളതാണ്.
ഞങ്ങളുടെയൊക്കെ അറിവിൽ ഒരുപാട് NRIക്ക് ആധാർ ഉണ്ട്, ആധാർ എടുക്കുന്നുണ്ട്. പക്ഷെ NRIക്ക് ആധാർ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിയമം. ഈ ആധാർ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രൊഹിബിഷനൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, NRIക്ക് ആധാർ എടുത്തവരോടൊക്കെ പറഞ്ഞു ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ പാൻ ഇനാക്റ്റീവ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സമയവും കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള എല്ലാ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാന് ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. NRIക്ക് ഇതിലൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി വരുന്നത്, നേരത്തെ പറഞ്ഞ 15 ലക്ഷത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ആദായം കിട്ടുന്ന ഒരു NRI, ആ NRIയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായി ആ റിട്ടേണിൽ ചോദിക്കുന്നുണ്ട് എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട്. അപ്പം അവിടെ ഈ പാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ NRI എന്നുള്ള സ്റ്റാറ്റസ് കൃത്യമായി മുമ്പേ പാൻ എടുത്തവരുണ്ടാവും, ആധാർ വരുന്നതിന് മുമ്പേ പാൻ എടുത്തവരുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന ആധാറും പാനുമായി ലിങ്ക് ചെയ്യുന്ന നിയമം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ പാൻ എടുത്തവരുണ്ടാവും, നമ്മൾ ലിങ്ക് ചെയ്യാത്തവരുണ്ടാകും, ലിങ്ക് ചെയ്തവരുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ, സ്വന്തമായി ഇൻകം ടാക്സ് റിട്ടേൺ വളരെ എളുപ്പത്തിൽ ഫയൽ ചെയ്യാവുന്ന ഒരു കാലത്ത് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI ആണ് എന്നുള്ളത് എല്ലാ വർഷത്തെയും ഇൻകം ടാക്സ് റിട്ടേണിൽ അങ്ങനെ തന്നെ കാണിച്ചിരിക്കേണ്ടത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അടുത്തൊരു കാര്യം, TDS, TCS ആൻഡ് റീഫണ്ട്. TDS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ടാക്സ് കളക്ഷൻ സിസ്റ്റത്തിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് TDS. ആ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഒരാൾ മറ്റൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ ആ പണം കിട്ടുന്ന ആൾ ഭാവിയിൽ ടാക്സ് അടയ്ക്കുന്നതിന് ഇപ്പോൾ തന്നെ കിട്ടുന്ന സമയത്ത് തരുന്ന ആളോട് പറയുകയാണ് അയാൾക്ക് കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സമയത്ത് TDSൻ്റെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പ്രോപ്പർട്ടി സെയിലിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഭൂമി വാങ്ങിയ ആൾ നിങ്ങൾക്ക് തരാനുള്ള പണത്തിൽ നിന്ന് 1% അവർ TDS പിടിച്ച് അടച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വലിയ തുകയായിരിക്കും. 2,50,000 രൂപയിൽ മേലെ ഉണ്ടെങ്കിൽ ജനറലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാണ് അഡ്വൈസ്. സോ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് TDS റിട്ടേണോ TCS റിട്ടേണോ ഉണ്ടെങ്കിൽ അത് റീഫണ്ട് വാങ്ങണം. പൊതുവേ നമ്മുടെ ഒരു ധാരണ, നമ്മളൊന്നും ഇൻകം ടാക്സുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടേണ്ട എന്നുള്ള, നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും നമ്മൾ എന്താണ് എന്നുള്ളത് അവരുടെ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറിൽ വളരെ കൃത്യമായിട്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുണ്ട്, നിങ്ങൾ വാങ്ങുന്ന വാഹനത്തിൻ്റെ ഷോറൂമുകളിൽ നിന്നുണ്ട്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നുണ്ട്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ നിന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ ഇന്നത്തെ ഇൻകം ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും ആ മറച്ചു വെച്ചത് ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള ഫിസിക്കലി മറച്ചു വെക്കാനേ പറ്റുള്ളൂ. കാരണം ഇൻകം ടാക്സ് അത് കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് 1,000-1,500 രൂപ കൊടുത്ത ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ മേലെ തുക നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി റീഫണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഷെങ്കൻ വിസക്ക് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ 3 വർഷത്തെ കോപ്പി ഹാജരാക്കണം, അല്ലെങ്കിൽ 2 വർഷത്തെ ഹാജരാക്കണം. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്യാഷ് വിഡ്രോവലാണ് അക്കൗണ്ടിൽ നിന്നുള്ളത്. അതിൻ്റെ TDSൻ്റെ റേറ്റിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പ്രവാസിയാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ട്, ആ ഇൻകം TDS പിടിക്കുന്നുണ്ട്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ബന്ധം അങ്ങ് തുടങ്ങണ്ട എന്നുള്ള പേരിൽ നിങ്ങൾ ആരും തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാതെ മാറ്റി നിർത്തേണ്ട. 2 മാസം കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റീഫണ്ട് വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും അതുപോലെ നിങ്ങൾ ആ റീഫണ്ട് വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. ടാക്സ് കോൺസിക്വൻസസ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നമ്മുടെ വലിയൊരു പ്രശ്നം. നമ്മൾ സാധാരണയായിട്ട് ഇടപാടുകൾ നടത്തുന്നതിൽ ഒരു വലിയ പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടില്ല, പക്ഷേ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇപ്പോഴും ഒരു മെജോറിറ്റി പോർഷൻ അൺഅക്കൗണ്ടഡ് മണിയാണ്. അൺഅക്കൗണ്ടഡ് മണിയായിട്ട് അങ്ങനെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന വലിയൊരു തുകയുണ്ട്. രണ്ടാമതായി ഗൾഫുകാർ ഈ പണം ഔദ്യോഗിക ബാങ്കിങ് ചാനലിലൂടെ അല്ലാതെ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്ന പണം, ഈ 2 പണത്തിൻ്റെയും ഒരു പ്രശ്നം നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഗൾഫിൽ നിന്നുള്ള പണമാണെങ്കിൽ ആ ഗൾഫിൽ നിന്നുള്ള പണം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് ഇവിടെ നോംസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. അതല്ലാതെ എത്തുന്ന നിങ്ങളുടെ കൈകളിലുള്ള പണം ഉണ്ടല്ലോ, നിങ്ങളുടെ കൈകളിലുള്ള അൺഅക്കൗണ്ടഡ് പണത്തിന് നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ അങ്ങനെ ഒരു പണം ഉണ്ടാവാം, ഉണ്ടെങ്കിൽ ആ പണത്തിൻ്റെ പ്രശ്നം തീർക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള പണം മതിയാവില്ല.
നിങ്ങളുടെ സാധാരണ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് കിട്ടിയതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതല്ലേ. ഈ അൺഡിസ്ക്ലോസ്ഡ് അല്ലെങ്കിൽ ആ പറയുന്ന തുകക്ക് ആ പറയുന്നത് മതിയാവില്ല. സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് 65% അല്ലെങ്കിൽ 82% വരെ ആ പണത്തിൽ നിന്ന് അടയ്ക്കാം. പിന്നെ ഒരു പെനാൽറ്റി പ്രൊവിഷൻ ഉണ്ട്. മുമ്പേ ആ പെനാൽറ്റിയുടെ ആക്ടിൽ ആ റൂളിൽ പറഞ്ഞിരിക്കുന്നത് ആസ് ഡിസ്ക്രിഷൻ ഓഫ് അസസിങ് ഓഫീസർ എന്നാണ് പറയുന്നത്. ആ ഡിസ്ക്രിഷൻ എന്നുള്ള വേർഡ് എടുത്ത് മാറ്റി. അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് 100% എന്നാണ്. എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്. ആ 1 കോടി രൂപ ഏതെങ്കിലും റെഫറൻസിൽ അവരുടെ ഇൻഫർമേഷൻ പ്രകാരം അവർ കോൺഫിസ്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ കണ്ടെടുത്തു. ആ 1 കോടി രൂപക്ക് 65 ലക്ഷം രൂപ ടാക്സും അടയ്ക്കുക, വേറെ 1 കോടി രൂപ പെനാൽറ്റിയും അടയ്ക്കുക. 1 കോടി രൂപ വെച്ചതിന് ഏറ്റവും മിനിമം 1,65 ലക്ഷം രൂപ ഇൻകം ടാക്സിൽ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണത, നമ്മൾ മാറ്റിവെക്കുക, എഴുതി വെച്ചത് നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ ഒറിജിനൽ മാറ്റുക, അത് കീറിക്കളയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും അക്കൗണ്ടന്റുമാർ, എല്ലാവരുടെ ഓഫീസിലും അക്കൗണ്ടിങ് സംവിധാനങ്ങൾ ഉണ്ടാവും. ആ പറയുന്ന അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളുണ്ടാവും. അയാളുടെ കയ്യിൽ ചെറിയൊരു പെൻഡ്രൈവും ഉണ്ടാവും. ഇപ്പം ഈ പെൻഡ്രൈവിൻ്റെ ഒരു അപകടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നിട്ട് മുതലാളി അല്ലെങ്കിൽ എൻ്റെ ബോസിന് ആ കണക്ക് എപ്പോഴെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ പറയണ്ടേ എന്ന എൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായി ഞാൻ എല്ലാം സൂക്ഷിക്കും. ഞാൻ സൂക്ഷിച്ചതൊന്നും പറയില്ല. ഒരു ബാഡ് ഡേ വന്നു, ഇൻകം ടാക്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർച്ച് വന്നു. ആ സെർച്ച് വന്നിട്ട് ഇപ്പം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരാളെ ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ഗ്രില്ല് ചെയ്ത് ചോദ്യം ചെയ്താൽ അയാൾ സ്വമേധയാ പറയുന്ന പോലെ എല്ലാം പറഞ്ഞും കൊടുക്കുന്നുണ്ട്, എല്ലാം എടുത്തും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളിൽ അത്തരത്തിലുള്ള രേഖകളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ ആളുകളെ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല, അക്കൗണ്ടന്റുമാരെ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല, ഞങ്ങൾ എടുത്തു കൊടുക്കും. കാരണം ആ രീതിയിലാണ് ഇന്ന് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. IT-യുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണയായിട്ടൊരു ഇൻകം ടാക്സ് ഓഫീസർ സ്ഥിരമായിട്ട് ചെയ്യുന്ന, എല്ലാ ഓഫീസർമാരും സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ വാങ്ങിയിട്ട് ഈ ഇരിക്കുന്ന ആളുകളുടെ മൊബൈലിലൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആ വാട്സപ്പിൽ സെർച്ച് എടുത്തിട്ട് ക്യാഷ് എന്നൊന്ന് അടിക്കുക. വേറെ ഒന്നും അടിക്കുകയാണ്, CASH ക്യാഷ്. ആ ക്യാഷ് അടിച്ചാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് വരുമല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് വരുമല്ലോ. എത്രത്തോളം ആളുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്താൽ സുന്ദരമായി അവരെടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് മറച്ചു വെച്ചിട്ടോ ഒരാളെ ഏൽപ്പിച്ച് അയാളെ മാറ്റി വെച്ചിട്ടോ ഈ പരിപാടി നടക്കൂല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ 10 കോടി കയ്യിൽ വെച്ചോ, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിന് സോഴ്സ് ഉണ്ടാവണം, കൃത്യമായ സോഴ്സ് ഉണ്ടാവണം. നിങ്ങൾ ഗൾഫിൽ നിന്ന് അവിടുത്തെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ച പണമാണെങ്കിൽ അവിടുത്തെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേണം. അവിടുത്തെ ബാങ്കിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് കാണിക്കാൻ നിങ്ങളുടെ സോഴ്സ് വേണം. ഈ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള പണം മതിയാവില്ല ആ പണം കൊണ്ടുണ്ടായ പ്രശ്നം തീർക്കാൻ. അത് വളരെയധികം ഗൗരവത്തിൽ കാണണം എന്നാണ് ഓരോരുത്തരോടും പറയാനുള്ളത്. നമുക്കൊക്കെ ഉണ്ടാവും എന്നെ പിടിക്കൂല എന്നുള്ളത്. എനിക്കും തോന്നിയിട്ടുണ്ട് എന്നെ പിടിക്കൂല, ഞാൻ അത്ര ബോൾഡാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ എന്നെ അടക്കം പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ആളുകൾ പിടിക്കപ്പെടുന്നതും ഈ പറയുന്ന കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഏകദേശം ഒരു ക്യാരക്ടർ, നമ്മൾ ഒരു ഇൻകം ടാക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ED ഓഫീസിലൊക്കെ ഉള്ള ഒരു രീതി, നമ്മളെ രാവിലെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കും, അവിടെ ഇരിക്കാൻ പറയും. ഉച്ചയ്ക്ക് പറയും, ഉച്ചയ്ക്ക് ശേഷം വിളിക്കാറ്. ഉച്ചയ്ക്ക് ശേഷം അവർ വന്നിട്ട് വൈകുന്നേരം രാവിലെ 9 മണിക്ക് ചെന്ന നമ്മളെ ഒരു വരാന്തയിൽ ഒരു 5 മണി വരെ ഇരുത്തിച്ചൊരു 4 ദിവസം ആയാൽ നമ്മൾ മനസ്സിൽ പറയും പൈസയല്ലേ ഉണ്ടാക്കാൻ പറ്റും, എന്താണോ കൊടുക്കേണ്ടി കൊടുത്തിട്ട് പോരാറ്. കാരണം പണത്തോട് നമുക്ക് ആ ഒരു നിലപാടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കണക്കോ കാര്യങ്ങളോ വെച്ച് ചെയ്തു പോകുമായിരുന്ന, നന്നായി കൊണ്ടുപോകാമായിരുന്ന ഒരു സംവിധാനത്തെ ഇത്തരത്തിലുള്ള അലംഭാവം കൊണ്ടോ ആബ്സെന്റ് മൈൻഡ് കൊണ്ടോ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രൊഫൈലാണ് എന്ന് കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും സർവേ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അത് വില്ലേജ് ആയിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ റവന്യൂ ഡിസ്ട്രിക്റ്റിലൊക്കെ ആ ലിസ്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് മാറി നിന്നാൽ നമ്മളെ കാണാതെ പോവില്ല. അതുകൊണ്ട് കൃത്യമാക്കലാണ് അതിൽ ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ട്രാൻസാക്ഷൻസ് ഇൻ ക്യാഷ് അടുത്തൊരു പ്രശ്നത. നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ UPI ഒക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷന് 2000, 10,000, 20,000, 2 ലക്ഷം ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. 2 ലക്ഷത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു വസ്തുവും ഇന്ത്യയിൽ ക്യാഷ് കൊണ്ട് വാങ്ങാൻ പാടില്ല.
നിങ്ങൾ ജ്വല്ലറി പോകുമ്പോൾ പലപ്പോഴും അവർ പറയും നിങ്ങൾ ചെക്ക് തന്നേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നുള്ള പരമാവധി തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഞാനിതാ എൻ്റെ പ്രോപ്പർട്ടി വിറ്റ 10 ലക്ഷമാണ് ഇത് എന്നുള്ളത്. അവിടെ മറ്റേ കണ്ടീഷൻ വരികയാണ് 2 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുക? എൻ്റെ ഇത് ആധാറുണ്ട്, ഇന്ന ആളാണ് പൈസ തന്നത്, ഇന്ന ആൾ ആ പൈസ ആ ബാങ്കിൽ നിന്ന് എടുത്ത് തന്നതാണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതാ. പക്ഷേ കണ്ടീഷൻ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ്റെ കൂടെ വന്ന കണ്ടീഷൻ 2 ലക്ഷത്തിൻ്റെ മേലെ ഇടപാടുകൾ നടത്താൻ പാടില്ല. രണ്ടാമത് നമ്മളൊക്കെ ഒരുപാട് ചാരിറ്റബിൾ റിലീജിയസ് ആക്ടിവിറ്റി ചെയ്യുന്നവരാണ്. 2000-ൻ്റെ മേലെയുള്ള ഒരു തുക 2000-ഉം 20,000 രൂപ എന്ന് പറയുന്നത്, ഈ 2000 രൂപയുടെ മേലെ ATG ഉള്ള ഒരു എക്സംഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ആർക്കെങ്കിലും ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള എമൗണ്ടിൻ്റെ താഴെ നിന്നിട്ട് നടത്തുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷനാണ്. മിസ കമ്പനീസ് ഇപ്പോൾ പ്രവാസികളുടെ ഒരുപാട് വ്യവസായികളും സാമ്പത്തികമായി നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു കമ്പനി, അത് ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് ദുബൈയിലുണ്ട്, അല്ലെങ്കിൽ സൗദിയുടെ നിയമപ്രകാരം മിസ രജിസ്ട്രേഷൻ പ്രകാരം നിങ്ങൾക്ക് സൗദിയിൽ ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ അതേ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഈ വെല്ലുവിളികളില്ല. നിങ്ങളുടെ കമ്പനി, നിങ്ങൾ അവിടെ തുടങ്ങിയ മറ്റൊരു കമ്പനി, അതിൻ്റെ മാനേജ്മെൻറ്റ് അവിടെയാണ് എന്ന് കരുതി യാതൊരുവിധ ഇൻകം ടാക്സോ യാതൊരുവിധ പ്രോബ്ലംസോ ആ പറയുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. NRE അക്കൗണ്ട്, NRO അക്കൗണ്ട് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയായിരിക്കും. NRE അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെമിറ്റൻസ് വരുന്നു ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന്. അതുപോലെ നിങ്ങളുടെ യാതൊരുവിധ പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ടാക്സ് ഫ്രീ ആണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ TDS ഡിഡക്റ്റഡ് ഓൺ ക്യാഷ് വിഡ്രോവൽ എക്സീഡിങ് ₹20 lakhs or 1 crore ആസ് ദ കേസ് മേ ബി. 20 ലക്ഷത്തിൻ്റെ മേലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാത്ത ഒരാൾ 20 ലക്ഷത്തിൻ്റെ മേലെ നിങ്ങളുടെ NRE അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താൽ അവിടെ വിഡ്രോവൽ ടാക്സ് അഥവാ TDS എടുക്കും. അവിടെയാണ് അത് 3 വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ഒരു കട്ടുണ്ടാവില്ല. 1 കോടി രൂപ വരെ വിഡ്രോ ചെയ്യാൻ. പിന്നെ NRO അക്കൗണ്ട് എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. NRO അക്കൗണ്ട് നിങ്ങളുടെ ഇവിടുത്തെ റെമിറ്റൻസ് ചെയ്യാനുള്ളതാണ്. അവിടെയും നിങ്ങൾക്ക് 20 lakhs 1 crore എന്നുള്ളതാണ്. ഇതിൽ സാധാരണ വരുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി, ബാങ്ക് ഈ അടുത്ത കാലത്തായി തുടരുന്നത് നിങ്ങളുടെ KYC ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഈ KYC അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ബാങ്കിന് സാങ്കേതികമായി നിങ്ങളുടെ വാലിഡ് റെസിഡൻസ് വിസ വേണം. സോ നിങ്ങളുടെ വാലിഡ് റെസിഡൻസ് വിസ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ NRE അക്കൗണ്ടിൻ്റെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് നിങ്ങളുടെ ആ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ആ KYCക്ക് വിസ സബ്മിറ്റ് ചെയ്യേണ്ടിയും വരും. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന, നേരത്തെയൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഡൊണേഷൻസ് ആൻഡ് ടാക്സ്. ഇതിലെ പലരും അവർ നാട്ടിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കും. ആ ഭാഗമായിട്ട് നിങ്ങളവിടെ ഡൊണേഷൻസ്, നിങ്ങളവിടെ കളക്ഷൻസ് ഉണ്ടാവും, റെഗുലറായിട്ട് മന്ത്ലി തരുന്നതുണ്ടാവും. അത്തരത്തിലുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഫോറിൻ ബാങ്കിൽ നിന്നോ മണി എക്സ്ചേഞ്ചിൽ നിന്നോ പണം ട്രാൻസ്ഫർ ചെയ്യരുത്. നിങ്ങൾക്ക് NRE അക്കൗണ്ടിൽ നിന്ന് വാങ്ങാം, NRO അക്കൗണ്ടിൽ നിന്ന് വാങ്ങാം. അവിടുത്തെ നിങ്ങളുടെ ഫോറിൻ നാട്ടിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യരുത്. രണ്ടാമത്തെ മണി എക്സ്ചേഞ്ചിൽ നിന്ന് ചെയ്യരുത്. അനോണിമസ് ഡൊണേഷൻസ്, നമ്മൾക്ക് ചിലർ പറയും നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം വെക്കും, ആ പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് അനോണിമസ് ഡൊണേഷൻസ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ പ്രകാരം അവരുടെ റെസ്ട്രിക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരം 5% അനോണിമസ് ഡൊണേഷൻസ് ഉണ്ടാവരുതെന്ന്. ആരാണ് ഡൊണേഷൻ തന്നത്, അയാളുടെ ഡീറ്റെയിൽ എന്താണ് എന്നില്ലാത്ത ഡൊണേഷൻ ടോട്ടൽ ഡൊണേഷൻ്റെ 5% മേലെ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം നമ്മൾ ജനറലി പറയും, നമ്മൾ ഒരുപാട് ഡൊണേഷൻസ് കൊടുക്കുന്ന ആളുകളാണ്, നമുക്ക് ATG ഡിഡക്ഷൻസ് നമ്മൾ അവെയിൽ ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് റിട്ടേൺ TDS ഉള്ള ആളുകളാണെങ്കിൽ അവർ ATG ഡിഡക്ഷൻസ് എടുക്കണം. ഈ പറയുന്ന രീതിയിൽ ചാരിറ്റി നല്ല നിലക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായിട്ട് എല്ലാ ട്രസ്റ്റുകളും, ഇപ്പോൾ നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കീഴിലുള്ള എല്ലാ ട്രസ്റ്റുകളും ATGയും 12A ഒക്കെ എടുത്ത് നല്ല രീതിയിലാണ് പോകുന്നത്. അതിനെ വളരെ സുതാര്യമായിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഏകദേശം എല്ലാ ഓർഗനൈസേഷൻസും നടപ്പാക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ATGയുടെ
എക്സംഷൻ നമ്മൾ അവെയിൽ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ ഒരു നോട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വ്യക്തിപരമായി എത്രത്തോളം ഈ പ്രവാസ ജീവിതം കൊണ്ട് നമ്മൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തമാശക്ക് പറയാറുണ്ട്, ഞാൻ ഗൾഫിൽ പോയത് ആധാരവും പണ്ടവും പണയം വെച്ചിട്ടാണെന്ന്. അവസാനം ആ ആധാരവും പണ്ടവും പണയം വെച്ചത് എടുക്കാൻ വേണ്ടി മാത്രമാവുന്ന പ്രവാസ ജീവിതമുള്ള എത്രയോ ആളുകളുണ്ട്. അവരുടെ ഇടയിൽ വളരെ കൃത്യമായി ഇന്ന് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, യൂറോപ്യൻ പ്രവാസത്തെ പോലെയല്ല. നമ്മൾ പണത്തിന് വേണ്ടിയും ഇവിടെ നാട്ടിലെ സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവാസമാണ് 99% ഉള്ളത്. ഈ അടുത്ത കാലത്താണ് ഒരു മൈഗ്രേഷൻ്റെ സിംറ്റം കാണുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള സംവിധാനങ്ങളെ ചേർത്ത് നിർത്തി പലപ്പോഴും സംഘടന അതിലേക്ക് കൈവെക്കാതെ സാമ്പത്തിക കാര്യമായതുകൊണ്ടും സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ബിസിനസ്സിലുള്ള പ്രോഫിറ്റിൻ്റെ കൂടെയുള്ള ലോസ് എന്നുള്ള അതിനെ ഭയപ്പെട്ടുകൊണ്ടോ സംഘടന പലപ്പോഴും ഇതിലേക്ക് കാര്യമായ ഒരു പിന്തുണ നൽകുന്നില്ല എന്നുള്ള. സംഘടനയ്ക്ക് കീഴിൽ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാകും. ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ മാൻ പവറാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ സംഘടനയ്ക്ക് കീഴിൽ ഗൾഫ് നാടുകളിൽ ഉണ്ടാകും. എത്രയോ വലിയ എക്സ്റ്റെൻഡ് ലാൻഡ് ഉപയോഗപ്പെടുത്താതെ നമ്മുടെ സംഘടനക്കോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെയോ കീഴിൽ ഉണ്ടാവാം. അതിനെ എങ്ങനെ പോസിറ്റീവായി ക്രിയാത്മകമായി ഉപയോഗിക്കാവുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയും മടിച്ചു നിന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കെയർഫുൾ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രയാസത്തെ മറികടക്കാൻ കഴിയില്ല. കാരണം ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാവുന്ന ബിസിനസ്സിൻ്റെ സാധ്യതകളൊക്കെ കുറഞ്ഞു വരികയാണ്. വലിയ രീതികളിലാണ്, എല്ലാം മെഗാ പ്രൊജക്റ്റുകളാണ്, വലിയ ടേൺ ഓവറുകളാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സിംഗിൾ പ്രോഫിറ്റ് കൊണ്ടോ ഏതാനും ചെറിയ ഒരു ടേൺ ഓവർ കൊണ്ടോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഇന്ന് അതിജീവിക്കാൻ കഴിയില്ല. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിക്കൊള്ളട്ടെ, ഒരു റീറ്റെയിൽ സ്ഥാപനമായിക്കൊള്ളട്ടെ, ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ നിലയിലേക്ക് വരുന്ന ഭീമന്മാരായ ആളുകളാണ് നമ്മുടെ മാർക്കറ്റ് ഷെയറുകളൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മളുടെ സംഘടനാ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൻ്റെയോ നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണിത്. നമുക്ക് ആ ധൈര്യം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏറ്റവും സുതാര്യമായ ലീഗൽ സംവിധാനം ഉണ്ടാക്കി കൃത്യമായ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റായ, കാരണം അത്രയും നല്ല കുട്ടികളാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ റെവല്യൂഷനിലൂടെ വളർന്നു വന്നിരിക്കുന്നത്. അവർക്ക് ബിസിനസ് ചെയ്യാവുന്ന, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു വലിയ സംവിധാനങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിലാണ് വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഈ പറയുന്ന കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. പ്രവാസിയുടെ ഒരു പൊതു ധാരണ അല്ലെങ്കിൽ ബോധ്യം എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഇരകളോ ആളുകളോ ആണ് പ്രവാസികൾ. അത് ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഇന്ന ആൾ സെമീർ ഇന്നത് പറഞ്ഞ ഒരാളെ പറഞ്ഞയച്ചുകൊണ്ട് എങ്ങനെ മടക്കും, അതുകൊണ്ട് ഞാനൊരു ഷെയർ എടുത്തു എന്നുള്ളതാണ്. കൃത്യമായ പഠനവും ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കൺട്രോളും അത്തരത്തിലുള്ള ഒരു മേഖല ഇനിയെങ്കിലും തുറന്നില്ലെങ്കിൽ അവിടുത്തെ വാതിലുകൾ ഓരോന്നോരായി മാറുകയാണ്. ആദ്യം സ്കിൽഡ് ലേബർ പോയി ഇനി ഒരു പക്ഷേ പ്രൊഫഷണൽസിന് മാത്രമേ ഗൾഫ് രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവൂ എന്നുള്ള നിലകളിലേക്ക് മാറുകയാണ്. നമ്മുടെ ഒരു വലിയ സമൂഹം പ്രവാസികളായിട്ട് നാട്ടിലുണ്ട്. ഇവരുടെ ഏറ്റവും നല്ല ഒരു ബിസിനസ് എഡ്യൂക്കേറ്റ് പഠിച്ച എക്സ്പീരിയൻസ്ഡ് ആയ 10, 20, 30 വർഷം എക്സ്പീരിയൻസ് ആയ നല്ല ഫ്രൂട്ട്ഫുൾ മാൻ പവർ നമ്മുടെ കയ്യിൽ പ്രവാസ ജീവിതം അവസാനിച്ച് വന്ന ആളുകളുടെ കയ്യിലുണ്ട്. ഇതിനെ എങ്ങനെ സക്രിയമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കും ഇതിനുള്ള ഒരു പരിഹാരം. കരുതൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ കരുതൽ കാത്തുവെക്കലാണല്ലോ. നമ്മൾ ഒരു ദിവസം 5 നേരം കരുതലിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നമസ്കരിക്കുന്നത്. ഈ കാര്യത്തിലുള്ള കരുതലിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഒരു കലക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ട് ഇല്ലാതെ പോകുന്നത് അവരെ നന്നായി നമ്മുടെ സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വേണ്ടി ഒരുമിച്ച് നിർത്തുമ്പോഴും അവരുടെ കാര്യത്തിലേക്ക് തിരിച്ചാ രീതിയിലുള്ള ഒരു നോട്ടം വേണമെന്ന് അവസാനമായി പറഞ്ഞ് ബാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് KNMൻ്റെ നേതൃത്വത്തോട് നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.